ഇങ്ങനെ വേണം സാധനം വെക്കാൻ. ഭംഗിക്ക് വെക്കുന്ന കേട്ടോ. ഇങ്ങനെ തോട്ടം കാണുമ്പോൾ ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ടാവും. വരുണിൻ്റെ മറ്റേ ചാക്കി പോകുന്ന പോലത്തെ ഒരു വെട്ടി കിട്ടി. എനിക്ക് തോന്നുന്ന വരുണിനെ എവിടെയാണ് കുഴിച്ചിട്ടേന്ന് തോന്നുന്നു. ദൃശ്യം 4 ജോർജ് കുട്ടി പെടും, എന്തായാലും പെടും. ഇപ്പം നമ്മുടെ പണിസ്ഥലത്തെ അവസ്ഥ മൊത്തം പുകയിടുക. ഏലിയാസൊക്കെ മൂട്ടി കണ്ടു വെച്ചാൽ പുകയ്ക്കുന്നത്. കൊതുക് പറഞ്ഞ നമ്മുടെ PVC അല്ല PVC കുരുമുളകിൻ്റെ സൈറ്റ്. അത് സാധാരണമൊക്കെ അങ്ങ് അവിടെ ഇരിപ്പുണ്ട്. കുഴിയെടുക്കണം. മിക്കവാറും മുഞ്ചൂന്നാവുന്നത്. നല്ല മഴ പെയ്യാനുള്ള ചാൻസ് എല്ലാം ഉണ്ട്. കൊതുകിനെ കൊണ്ടാ ഭയങ്കര. അങ്ങനെ കൊതുക് കടിച്ചിട്ട് കാണിച്ചേക്കും. കട്ട കടിച്ച പോലെ കൊതുക് ചോര കുടിച്ചിട്ട് പോകുന്നത്. കറക്റ്റ് ഇങ്ങനെ കുഴിയെടുക്കുക. എന്നിട്ട് ഇതേപോലെ ചരട് പിടിച്ച് ലൈൻ കറക്റ്റ് ആക്കുക. ഈ സാമാനം ഇറക്കി വെക്കുക. എന്നിട്ട് ഈ പൈപ്പ് പൊട്ടിക്കുക. ഇത് 4 അടിയല്ല കേട്ടോ, 5 അടി ഉണ്ട്. അല്ല 5 അടിയല്ല, 5 മീറ്റർ. സാധാരണ 4 മീറ്റർ യൂസ് ചെയ്യുന്നത്. പിന്നെ കാല് വെച്ചതിൻ്റെ ഭംഗി മാത്രം പറയും. ഇതിൻ്റെ പുറകിൽ ഇത്രയും കഷ്ടപ്പാടുണ്ട്. കുഴിച്ച് വരുമ്പം പ്ലാസ്റ്റിക്, കമ്പി, കല്ല്, മരക്കട്ട, വേസ്റ്റ് കൊണ്ടിട്ട് നിറച്ചിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് പൊക്കുക. കെട്ടിയെടുത്ത സ്ഥലം അങ്ങനെ സ്ട്രോങ് കേട്ടോ. എന്തായാലും ഈ ആട്ടം ഒത്താവും കേട്ടോ. അപ്പോൾ അതും പൈപ്പാണല്ലോ. ഈ ആട്ടം എന്തായാലും അറിഞ്ഞു പോകുന്നില്ല. കാരണം അടിയിലെ സ്ഥാനത്തിന് നല്ല വെയിറ്റ് ഉണ്ട്. 10-20 കിലോ അതിൻ്റെ മുകളിലുണ്ടല്ലോ ഇത്. ഈ ബ്ലോക്ക് കേട്ടാ. ഇതേപോലെയുള്ള പിഴച്ചമാർ അത് കൂടത്തിൽ പഠിക്കുകയുള്ളൂ. ഇത് എങ്ങനെ നന്നാകും? പിഴച്ചില്ലേലല്ലേ അതിശയിക്കാറുള്ളൂ. അല്ല, അതിന് വലിയ ത്ലാശ് വേണമായിരിക്കും. ആനേൻ്റെ അതാണല്ലോ. നല്ല കാലാവസ്ഥ ഇപ്പോൾ. രാവിലെ അതിശയം നരയ്ക്കാൻ വേണ്ടി മഴയും. ഇത് നടക്കും എന്നെങ്ങാനും. ചോറ് കഴിച്ചിട്ട് വന്നവരൊക്കെ പവർ കാണിക്കടേ. അതോ ഈ പറമ്പ് മൊത്തം ഇതാണല്ലോ. ആ ഒരു സൈഡിലെ ലൈക്ക് ഉണ്ടല്ലേ നിങ്ങൾ, അത് മാത്രമേ കുഴപ്പമില്ലാത്തുള്ളൂ. ബാക്കി എല്ലാം ഉബി മൊത്തം മരക്കഷ്ണം. അവിടെ വരുണിൻ്റെ മറ്റേ ചാക്കി പോകുന്ന പോലത്തെ ഒരു വെട്ടി കിട്ടി. എനിക്ക് തോന്നുന്ന വരുണിനെ എവിടെയാണ് കുഴിച്ചിട്ടേന്ന് തോന്നുന്നു. ദൃശ്യം 4 ജോർജ് കുട്ടി പെടും, എന്തായാലും പെടും. എന്നാലും ഇന്നലെ എന്ത് മഴ പെയ്തേ. വലിയ ശബ്ദമൊക്കെ നന്നായിട്ട് പതിയും കേട്ടോ. കെട്ട് ഈസയായിട്ടിട്ടുണ്ടായിരുന്നു. അതവൻ ബൈക്കോലും തുമ്പുമായിട്ട് പോകുന്നു. എടാ അതിൻ്റെ കമ്പി ഇടണ്ട. എടാ കമ്പി ഇടണ്ട. എൻ്റെ അമ്മേ, എതിരാടോ. എന്തിനാണ് ഇത്രയും വലിയ പൈപ്പ്? ആരാടാ? കണ്ട കമ്പിയാന്ന് തോന്നുന്നു. ഫൈബർ ആട്ടോ, ഫൈബർ. ഈ പടിക്കൊക്കെ 2 തെറി പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. മുടുക്കത്തെ ലെവല് നോക്കല. ഈ 4 മീറ്റർ പൈപ്പായിരുന്നു ഇത്ര പ്രശ്നമില്ലായിരുന്നു അല്ലേ? പശ തൂക്കല് എന്നാണെങ്കിൽ പതിവില്ലാത്തൊരു ചൂടും അല്ലേ. കുഴിയെടുക്കാൻ വന്നപ്പോൾ മഴയും കൊതുക് വരും. കൊതുകിനെ കുറിച്ച് കുറച്ച് ശല്യമായില്ലേ. ഇത് തുരുമ്പാണ് ഇളകി. ആ പശക്കടക്കാർ ഹൊയ് 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 ഹൊയ്. അയ്യോ, ഇത് കയറ് ഭയങ്കര വലിപ്പത്തിൽ. പോയില്ല. അതെന്നാടാ അതിൽ നിന്നൊരു കറുത്ത സാധനമൊക്കെ വീണ. അതെവിടെയാണ് പോയി തട്ടി? അപ്പുറത്തേക്ക് പോയി തട്ടിയിടാ. ഉള്ള പഠിച്ചോനെ മൊത്തം ഇപ്പോൾ പോയേനെ. എന്നാ ഇറങ്ങാത്ത ഭാഗ്യം. അമ്മായിൻ്റെ കോണാത്തിലോട്ട് അങ്ങോട്ടാണ് പോയേക്കുന്നത്. നോക്കുമ്പോഴേ തെറ്റി അത് പറയും. എന്നാലും നോക്കാം.
എങ്ങോട്ടേക്കാടാ? അങ്ങോട്ട് തള്ളണോ? പാടാ നല്ല തൊലിച്ച മഴ എല്ലാത്തിനും കാരണം. ബൈ. അതല്ല, അപ്പുറത്തെ നോക്ക്, അങ്ങേ അറ്റത്തോട്ട് നോക്കണേ. ഇതിൽ ഏതൊക്കെ ചെറുത് മുട്ടാൻ ഇച്ചിരി ഉണ്ട്. അതില്ല, എന്നിട്ടും ആയില്ല. ഇപ്പോൾ ആയി കാണുമല്ലോ. ആ മയിലിങ്ങോ വാ. ഇത് നേരെ ആക്കട്ടെ. ഇത് ഇവിടെ ഇങ്ങനെയാണ് നിൽക്കണ്ടേ. അവിടെ അടിയിലൊരു പൊക്ക്. ഈ മൂല മൊത്തം ആ സൈഡ് മൂല കല്ല് പോയല്ലേ. ഇതുപോലെ കോൺക്രീറ്റ് ഇട്ടിട്ട് ഈ പൈപ്പ് ഇറക്കി അങ്ങ് പിന്നെ ഈ പിരിച്ച് ഇറക്കിയാൽ മതിയല്ലേ. ഓരത്തെ പോലെ ഓരോ പരിപാടിയായിട്ടായിരുന്നു. നല്ല കൊന്നക്കാലിട്ടാൽ പോരാ അല്ലേ. തള്ളണം. പാതാളം പോലത്തെ കുഴിയാണ്. കമന്ന് കിടന്നാൽ ആ കുഴീൻ്റെ അടിയിൽ എന്തെങ്കിലും ലെവലാക്കാൻ പറ്റില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ മഴയും കൂടെ പെയ്തായിരുന്നു, മുമ്പിപ്പോയി. നോക്കട്ടെ. അല്ലെങ്കിൽ ആശാൻ്റെ അഞ്ചത്തെ അല്ലെങ്കിൽ കളരിക്ക് പുറത്താണ് കൂടിപ്പോയിടാം. എന്ത് നമ്മുടെ ആ ഇടിമുട്ടി എന്തി എടുത്ത് 2 ഇടിയും കൊടുത്ത് ഇച്ചിരി വെള്ളം കൂടെ എടുത്ത് ഒഴിച്ചങ്ങ് കൊടുത്തായിരുന്നാൽ നല്ല സെറ്റായിരുന്നു അല്ലേ. ചെളി പോലെ ആക്കിയിട്ട് വയ്യ അങ്ങ് മുട്ടിയാണ്. ഇവിടെ കണക്കാ. എങ്ങോട്ടാ വരണ്ടേ? ആ കണക്കല്ലേ എല്ലായിടോ? തട്ടുന്നില്ല എല്ലായിടത്തേലും? ഓക്കെ അല്ലേ? മണ്ടയിലൊക്കെ ഒന്ന് വലിച്ച് നോക്കാം. ഈ പൈപ്പിന് ചെറിയ ബെൻഡുണ്ടാവും എന്തായാലും. അത് കാര്യമാക്കണ്ട, അത് തന്നെ നൂർന്നോളൂ. വണ്ടിയെ വരുമ്പോൾ എന്തായാലും ഓക്കെ. സബാഷ്. ഓരോരോ പരിപാടികൾ. തെറി പറയുന്ന കാര്യമാക്കണ്ട കേട്ടോ. പണിസ്ഥലമൊക്കെ ആകുമ്പോൾ എന്തായാലും തെറിയൊക്കെ കാണും. എന്തോ ഇടുങ്ങുന്നുണ്ടല്ലോ. കിട്ടി നിധി കിട്ടി. കണ്ണൂരായതുകൊണ്ട് ബോംബായിരിക്കും ചിലപ്പോൾ. ഇങ്ങനെ നോക്കിയാലും നേരെ ആയിരിക്കണം. ഓക്കെ, അതേപോലെ ഞാൻ ഇപ്പുറത്തേം കാണിച്ചു തരാം. എന്താടാ ഏരിയാസ് എനിക്കിട്ട് പാരണേ കണ്ടേ. ഇങ്ങനെ നോക്കിയാലും അത് മനസ്സിലാകുമോ നോക്കിയാലും കണ്ടോ, ഒരേ ലൈനായിരിക്കുന്നുണ്ടോ. ഇങ്ങനെ നോക്കിയാലും ഇങ്ങനെ നോക്കിയാലും എല്ലാം ഒരേപോലെ ആയിരിക്കും. ഇങ്ങനെ വേണം സാധനം വെക്കാൻ. ഭംഗിക്ക് വെക്കുന്ന കേട്ടോ. ഇങ്ങനെ തോട്ടം കാണുമ്പോൾ ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ടാവും. അതിന് വേണ്ടി ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ അതുപോലെ കുരുവിളക് ഇടാൻ അടുത്ത ദിവസം തിങ്കളാഴ്ച വരുന്നതായിരിക്കും. ഉള്ള പരിപാടി തീർത്തു. ഇതൊന്ന് ചെരിഞ്ഞു പോയതാണ്, അതൊന്ന് നേരെയാക്കിയതാണ്. മറിഞ്ഞൊന്നും പോകില്ല കേട്ടോ. ചെരിഞ്ഞു പോയത് നേരെയാക്കാൻ പെട്ട പാട് നമുക്ക് അറിയത്തുള്ളൂ. പാടാരത്തിന് കുടിഞ്ഞ് ഉറപ്പാണ്. എല്ലാ സെറ്റപ്പാക്കി 25 കഴിഞ്ഞു. ലാൽ സലാം.